ചേച്ചി ആലോചിച്ച് എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്ന് തീരുമാനിക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വിളിക്കാം. നീ എന്താ ഭീഷണിപ്പെടുത്താണോ? അല്ല, ഭീഷണിയൊന്നുമല്ല ചേച്ചി, അവസ്ഥയാണെന്നേ. അല്ലെങ്കിൽ തന്നെ എന്റെ ഭാര്യയുടെ ചേച്ചിയെ ഞാൻ എന്തിനു ഭീഷണിപ്പെടുത്തണം? നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കേണ്ടവരല്ലേ. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പൊ ഞാൻ പറയാം പൈസയായിട്ട് എവിടെ വരണമെന്ന്. എന്നാ ശരി ചേച്ചി, ഞാൻ വിളിക്കാം. മാർട്ടിൻ, ഞാൻ വിളിച്ചത് ഇന്ന് 6 മണിക്ക് മുമ്പ് ഒരാളെ പൊക്കണം. 10 ലക്ഷം രൂപ അവന്റെ കയ്യിലുണ്ടാവും. അതും പിടിച്ചു വാങ്ങിച്ച് വല്ല പൊട്ടക്കിണറ്റിലോ പാറക്കുളത്തിലോ താഴ്ത്തിയേക്കണം അവനെ. ചേച്ചി ആലോചിച്ചോ? ആലോചിച്ചാലും ഇല്ലെങ്കിലും 1/2 മണിക്കൂറിനകം സിവിൽ സ്റ്റേഷന് പുറകില് അടഞ്ഞു കിടക്കുന്ന ഒരു തറവാടുണ്ട്. ക്യാഷ് അവിടെ കൊണ്ടെത്തിക്കണം. പിന്നെ ഇവിടേക്ക് വരുമ്പോ മറ്റാരും കാണാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനവിടെ ഉണ്ടാവും. ചേച്ചി പേടിക്കണ്ട, ഞാൻ ചേച്ചിയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. വേഗം ക്യാഷായിട്ട് പുറപ്പെട്ടോ, ഞാനവിടെ കാത്തു നിൽക്കാം. അപ്പോ മൗനം സമ്മതം കരുതി അനിയൻ ഫോൺ വെക്കുവാണേ. എവിടെയാ? ഇതെന്നാണോ തന്റെ ഫ്രണ്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞ സ്ഥലം? അതെ, ഇത് തന്നെയാ അവൻ പറഞ്ഞ സ്ഥലം. വാ.
സച്ചേട്ടാ സച്ചേട്ടാ അജയ രക്ഷിക്കാനാണെങ്കി വരണ്ട. എല്ലായിടത്തും അപ്രതീക്ഷിതമായി എത്തി. എല്ലാരും രക്ഷിക്കുന്ന ഇവള് ഇവിടെ എത്തി. ഇനി ഇവളോടൊന്നും പുറത്തു പോകത്തില്ല. അജയ നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ പോവാൻ നോക്ക്. അജയ നീ അർച്ചന ഒന്നും ചെയ്യരുത്. നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ല. ഏയ് സച്ചിമോനെ, ഇവളങ്ങ് മറന്നേക്ക്. ഇവളിനി ജീവിക്കണ്ട. എന്റെ കത്തിമുനയിൽ ഇങ്ങനെ ഇവിടെ വന്ന് കേറിയിട്ടും ഞാനിവളെ വെറുതെ വിടണല്ലേ? അങ്ങനൊരു മണ്ടനാവൻ എനിക്ക് താല്പര്യമില്ലടാ. ഇപ്പൊ ഉണ്ടല്ലോ ഇവളെന്റെ കൺമുന്നിൽ തന്നെ മരിച്ചു വീഴും. അജയം വേണ്ട. അർച്ചന സച്ചേട്ടാ അയ്യോ അയ്യോ സാർ അയ്യോ അവനെ എടുത്ത് വണ്ടി കയറ്റ്. ഓടാ ഇങ്ങോട്ട്. എണീക്കടാ. കേറോ ഇങ്ങോട്ട് കൊണ്ടോ. ആയുഷ്കാലം മൊത്തം ഒളിവിൽ കഴിയാന്ന് കരുതോടാ നീ. ഇവനെ കൊണ്ടോ. സാർ നടക്കടാ അങ്ങോട്ട്. നടക്കടാ. നിങ്ങളുടെ സഹകരണത്തിന് നന്ദിയുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം. നിങ്ങൾ അങ്ങോട്ട് വാ. ഏട്ടൻ എവിടെയാ? ഞാനിവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്താ മോളെ, മേരി ഇറക്കാനുള്ള എന്തെങ്കിലും വഴി കിട്ടിയോ? ഒന്ന് ശ്രമിച്ചു നോക്കാം അനുപേട്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് അനുപേട്ടൻ SP കൊണ്ടുവരണം. വരാം. എവിടെയാ? ഈ അജയൻ എന്താ വിളിക്കാത്ത? സാർ സർ, ഏട്ടത്തെയും കൊണ്ട് ഇനി ഞങ്ങൾക്ക് പോകാലോ അല്ലേ? പോവാം. സാഹചര്യ തെളിവുകളെല്ലാം മീരയ്ക്കെതിരായതുകൊണ്ട് മീരയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഞാനല്ല, ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഇതേ ചെയ്യൂ. അതൊന്നും സാരമില്ല സർ. മീര നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. അല്ലായിരുന്നെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന്
ജയിൽ ശിക്ഷ കൂടി അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലേ? അതും ശരിയാ. അതിനെനിക്ക് നന്ദി പറയേണ്ടത് സച്ചിദാനന്ദനോടും ഭാര്യയോടുവാ. പ്രത്യേകിച്ചും ഇത്രയും വാല്യുബിളായി ഇൻഫർമേഷൻ തന്ന അർച്ചനയുടെ ഫ്രണ്ടിനോട്. കുറെ നാൾ കഴിഞ്ഞാണ് മീര നിരപരാധിയാണെന്ന് തെളിഞ്ഞതെങ്കിൽ വല്ലാത്ത കുറ്റബോധം ആയിപ്പോയനത്. മീരയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ കുറച്ച് ഉപദ്രവിച്ചു എന്നൊക്കെ SI പറഞ്ഞു. സോറി മീര, ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല സർ. ഇങ്ങനെയൊന്ന് അനുഭവിക്കണമെന്ന് ചിലപ്പോ ഈശ്വരൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് മാറ്റിയെഴുതാനും മായ്ച്ചു കളയാനും നമുക്കാവില്ലല്ലോ. സർ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി ചെയ്യണം. ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ വേഗം ഒന്ന് പോവാൻ അനുവദിക്കണം. പരിചയമില്ലാത്തോണ്ടാവും ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടലുണ്ടാക്കുന്നു. അനുപേ, സർ. മീരെ പുറത്തേക്ക് കൊണ്ടു വാ. അജയൻ ഇത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറയുന്ന കാരണം എനിക്കങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുത്തില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ? അതും ഇത്രയും നാൾ കഴിഞ്ഞിട്ട്. അജയൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ ക്രിമിനലാണ് സർ. ആതിരയുമായുള്ള വിവാഹം ഉറപ്പിച്ച സമയത്ത് ഇവൻ ഇതുപോലെ പല തരികട പരിപാടിയും ചെയ്തതാ. എന്റെ കുടുംബത്തെ ദ്രോഹിച്ചതിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം സർ. ഇത്രയും പേരെ വധിക്കാൻ ശ്രമിച്ചതിനും ഇന്ന് അർച്ചനയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിനും എല്ലാം ചേർത്ത് ഒരു FIR എഴുതുന്നുണ്ട് അവന്റെ പേരിൽ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എങ്കിൽ നിങ്ങൾ ചെല്ല്. പിന്നെ മീരയെ ഒന്ന് ആശ്വസിപ്പിക്കണം. ആ കുട്ടി വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. ശരി സർ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഹലോ. ഹലോ, അജയനല്ലേ? അല്ല, സ്ഥലം SP കൃഷ്ണയാ. അജയൻ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ആ സർ, ഞാൻ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ്. മനസ്സിലായി. ആ, അജയൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയോ സർ? ഇല്ല, ഞങ്ങൾ പിടിച്ചതാ. ഹലോ. ഹലോ സർ. ശരി സർ, എന്നാ ഞാൻ വെക്കട്ടെ. അങ്ങനെ വെക്കാൻ അനുവാദം ചോദിക്കാൻ അവന്തിക എന്റെ ഫോണിലല്ലല്ലോ സംസാരിക്കുന്നത്. അവന്തിക സ്റ്റേഷൻ വരെ ഒന്ന് വരണം ഇപ്പോ. നമുക്ക് മുഖാമുഖം സംസാരിക്കാം, അതല്ലേ നല്ലത്? എന്താ, വരില്ലേ? വരാം സർ, ഇപ്പൊ വരാം. എങ്കിൽ ശരി. എന്തിനായിരിക്കും അവന്തിക അജയന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക? അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ?
എക്സ്ക്യൂസ് മീ സർ. അവന്തിക മാഡം, വരണം വരണം. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ഒരു കാര്യം അറിയാൻ. അവന്തികയ്ക്ക് അജയനുമായി എന്താ ബന്ധം? എന്തായാലും ഒരു ചെറിയ ബന്ധമല്ല, അതല്ലേ 2ൽ കൂടുതൽ തവണ അജയന്റെ ഈ ഫോണിലേക്ക് വിളിച്ചത്? അത് സർ മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ കുടുംബത്തോട് എന്തിനാ ഈ ക്രൂരത കാണിച്ചെന്ന് എനിക്കറിയണം. അതാ അവൻ്റെ പരിചയക്കാരിൽ നിന്ന് നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചത്. വൃന്ദാവനം വീട്ടിലെ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ല എന്ന് കരുതി ഞങ്ങൾ കുറെ പാവങ്ങളെ എന്തിനാ വെറുതെ കൊല്ലാൻ നോക്കിയെന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ അവനെ വിളിച്ചു നോക്കിയത്. ആ ഒരു ഉദ്ദേശേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഉദ്ദേശമൊക്കെ കൊള്ളാം. അപ്പോ നിങ്ങൾ തമ്മിൽ പരിചയമേ ഇല്ലെന്നാണോ അവന്തിക പറഞ്ഞു വരുന്നത്? ആ അങ്ങനെ അടുത്ത പരിചയമില്ല സർ. ആതിരെ വിവാഹം കഴിക്കാൻ നടന്ന കാലത്ത് എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴോ കണ്ടിട്ടുള്ള ബന്ധമല്ലല്ലോ നിങ്ങൾ തമ്മിലുള്ളത്. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ അവൻ അവന്തിക മേഡം ഒന്ന് സേവ് ചെയ്ത് വെക്കൂ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അജയനോടൊന്ന് ചോദിച്ചു നോക്കാം. അവന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാലോ. ആ അജയനെ കൊണ്ടുപോവാ. അജയൻ പറഞ്ഞു കഴിഞ്ഞു അജയൻ ഒറ്റയ്ക്കായി ചെയ്തതെന്നും വേറെ ആർക്കും ഒരു പങ്കുമില്ലെന്നും. പിന്നെ അവന്തിക എന്തിനങ്ങനെ പലതവണ വിളിച്ചതെന്നും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ഒന്ന് അറിയണം. അത്രയേ ഉള്ളൂ. പറ അജയ, ഈ നിൽക്കുന്ന അവന്തിക എങ്ങനെ നിന്റെ മേഡം ആയത്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഉള്ളതുപോലെ പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ഇത്രയും നേരം കിട്ടിയതുപോലെ ഒന്നും ആവില്ല. ഞാൻ പറയാം സാർ, എല്ലാം ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഈ മാഡത്തിനെ ഫോണിൽ വിളിച്ചിരുന്നു. എന്തിന്? ആ നമ്പർ ഇവിടെ കിട്ടി? നമ്പർ ഒരു സുഹൃത്ത് മുഖേന കിട്ടിയതാ. ഞാൻ വിളിച്ച് ഇന്നലെ മാഡത്തിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്ത് ഭീഷണി? ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചില്ലെങ്കിൽ ഇനിയും ഞാൻ ആരെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞത്. ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാന്നാ ഞാൻ കരുതിയേ. പിന്നെ നിന്റെ ഫോണിൽ അവന്തിക മേഡം ഒന്ന് സേവ് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിട്ടില്ലടാ. അത് സാറേ, ഇവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നാണ് നമ്പർ വാങ്ങിയത്. അവൻ സേവ് ചെയ്തിരിക്കുന്നതും ഇങ്ങനെ തന്നെ. നിന്നോട് അവസാനം ഒരു ചോദിക്കുക, ഈ കൊലപാതക ശ്രമത്തിന് പിന്നിൽ നിന്നെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? ഏയ് ഇല്ല സാർ, ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തത്. വേറെ ആരുടെയും സഹായം ഇല്ലായിരുന്നു. ഇവനെ കൊണ്ടോ സർ, നടക്കണ ഇങ്ങോട്ട്. സാറിന്റെ സംശയമൊക്കെ മാറിയെങ്കിൽ എനിക്ക് പോകാലോ. ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെങ്കിൽ അത് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് അറിയില്ല അവന്തിക്ക്. അത് അവന്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയാന്ന് കരുതി. അതാ സാർ. അവന്തേ വെക്കോ. താങ്ക് യു സാർ.